സുധുജി, നമ്മുടെ ആനുവൽ ജനറൽ ബോഡിയാണ്. അതെ, പറയൂ. സന്തോഷം. ഒരു വർഷത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കാണുന്നതിനുള്ളൊരു സന്തോഷം. അതിൽ വേറൊരു പ്രത്യേകത അറിയുന്നില്ല അല്ലേ? എന്താണ്? ജഗതിച്ചേട്ടൻ നിന്ന്. ആണോ? അത് ഒരുപാട് സന്തോഷം. ഒരുപാട് ആളെ അദ്ദേഹത്തെ കണ്ടിട്ട് വന്നെങ്കിൽ വളരെ സന്തോഷം. ജഗതിച്ചേട്ടൻ, അതാണ് ഈ കമ്മിറ്റിയുടെ ഒരു പവർ എന്ന് ഞാൻ പറഞ്ഞത്. കമ്മിറ്റിക്ക് അത് ചെയ്യാൻ സാധിച്ചു. എത്തിയോ? ജഗതിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പം അകത്തേക്ക് വരും. ഹോട്ടലിൽ ഇന്നലെ ഉച്ചയ്ക്കൊന്ന് ജഗതിച്ചേട്ടൻ എത്തിയേക്കണം. ആർക്കും അറിയില്ല. നമ്മളാണ് ഇത് പുറത്തേക്ക് വിട്ടത്. കേൾക്കുന്നവർക്കുള്ള അത്ഭുതമാണ് ജഗതിച്ചേട്ടനെ കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ. നന്നായി. ആ പഴയ ഓർമ്മകൾ നമുക്ക് ഓടിയെത്തൂല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ സുധീർജി, അടിച്ച് നമുക്ക് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാം പൊളിക്കണം കേട്ടോ. സന്തോഷം. ഓക്കെ ചേച്ചി, നമസ്കാരം. എന്താണ് തകർക്കുവാണല്ലോ? നമ്മള് പിന്നെ നമ്മള് തകർക്കുമല്ലയോ? ഒരു വർഷത്തിന് ശേഷം വീണ്ടും എല്ലാവരും ഒന്നിച്ച് കാണുന്നു. തീർച്ചയായും. ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്നത് നമ്മൾ അറിയുന്നില്ല. ഒരു വർഷം പെട്ടെന്ന് അങ്ങ് എത്ര പെട്ടെന്നാ പോകുന്നത്. ഒരു വർഷം ഒരു വയസ്സൊക്കെ എത്ര പെട്ടെന്നാ പോകുന്നേ. വയസ്സ് പറയണ്ട. പോവല്ലോ. അല്ല അലിക്ക, വയസ്സ് പറഞ്ഞാലില്ലേലും ഓരോ വർഷം സൗന്ദര്യം കൂടി വരിക. അത് ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് അതിനെ കാണാം. റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം അതെ, ആ ചേച്ചിയുടെ ഒരു എന്താണ് ഭയങ്കര രീതിക്ക് ഹൈപ്പായിട്ടുണ്ട്. തീർച്ചയായും അത് സത്യം, കറക്റ്റായ കാര്യം. സത്യ പറഞ്ഞേ. എല്ലാവരും എന്താ പറയാ, ഞാൻ ഈ കണ്ട പടം എല്ലാം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു മൈലേജ് ഭയങ്കരമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞതിന് വളരെ താങ്ക്സ്. എല്ലാവരും ഇത് ഞാൻ ഒപ്പിട്ട് ഓരോരുത്തരും, അതിപ്പോൾ ഒരുപാട് പേരല്ലേ നമ്മൾ കണ്ണെത്തുന്നൊക്കെ തപ്പി കണ്ടുപിടിച്ച് എല്ലാവരെയും ഹൈ പറയുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക ഇപ്രാവശ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. മമ്മൂക്ക വരില്ലേ, ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും മമ്മൂക്കനെ. അതാണ് പ്രയാസം. പ്രവർത്തനം എന്താ, ഞങ്ങൾ പഴയതിനേക്കാൾ ശക്തിയായിട്ട് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അത് നന്നായിട്ട് തന്നെ എല്ലാ കാര്യവും നന്നായിട്ട് പോയി. ചരിത്രത്തിൽ കുടുംബസംഗമം, അതുപോലെ തന്നെ എല്ലാവർക്കും മെഡിസിൻ, പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ ബാബുരാജിന്റെ നേതൃത്വത്തിൽ. എന്താണെന്ന് പറഞ്ഞാലും പ്രതികരിക്കാനാണ് ജയനാണ് നന്നായിട്ട് മുന്നിൽ നിന്ന് പ്രതികരിച്ചു. അൻസിപ്പ് എന്താ മോശമാണോ? അവൾ നന്നായിട്ട് സംസാരിച്ചില്ലേ. അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒത്തിരി സന്തോഷം ചേച്ചി. താങ്ക് യു. അങ്ങനെ നമുക്ക് ഒരേ ആളുകൾ വന്ന് കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാന മുഹൂർത്തമുണ്ട്. വലിയ മുഹൂർത്തമാണ് ചേച്ചിയെ. നമുക്ക് ചേച്ചിയെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് കാണാറുണ്ട് നേരിട്ട് ആദ്യമായിട്ട് കാണുക. സന്തോഷമാണ് ചേച്ചി. ഒരു വർഷം കടന്നുപോയി. അതെ, അടുത്ത ജനറൽ ബോഡി വന്നിരിക്കുന്നു. ശരിയാ. അല്ല, നമുക്ക് എല്ലാവരും നമ്മൾ വരുന്നത് തന്നെ എല്ലാവരും ഒന്ന് കാണാനാണല്ലോ. ഞാനൊക്കെ തിരുവനന്തപുരത്തല്ലേ, അവിടെ നിന്ന് വരുന്നു. പിന്നെ വർഷത്തിൽ ഒരിക്കലും എല്ലാവരെയും കാണുക വെച്ചാൽ പഴയ തലമുറയും പുതിയ തലമുറയും എല്ലാവരും ഉണ്ട്. അതൊരു വലിയ സന്തോഷമാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കുടുംബസംഗമത്തിനൊക്കെ വന്നില്ലായിരുന്നു. പിന്നെ ചരിത്രത്തിൽ കുടുംബസംഗമം അത് നമ്മൾ വേറെ സംഭവം അല്ല. ഞാനൊക്കെ ഒരു 10-21 വർഷം സിനിമയെ വിട്ടുന്ന ആളാണ്. തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ ഇവരോടൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ. പുതിയ തലമുറയോടൊക്കെ നമ്മൾ അഭിനയിക്കുന്നു, അതൊക്കെ ഒരു വലിയ ഭാഗ്യം. എല്ലാവരെയും കാണുന്ന ഒരു സന്തോഷം. പണ്ട് നമ്മൾ അഭിനയിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നുമില്ല, ഒരു സംഗമവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. നമ്മുടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എന്തെങ്കിലും വിഷമമുള്ളവരെ പറയാനും ഒക്കെ ഒരു സ്ഥലം വേണ്ടേ? പിന്നെ നമ്മുടെ കമ്മിറ്റിക്കൊക്കെ ഒരു പ്രശ്നം വന്നപ്പോ വലിയ വിഷയം. പക്ഷെ ആ കമ്മിറ്റിയുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടല്ലോ, അതിഗംഭീരമായില്ലേ? പിന്നെ തീർച്ചയായിട്ടും എന്തെല്ലാം ഹേമ കമ്മിറ്റി മറിച്ച് എന്തെല്ലാം അങ്ങോട്ട് വന്നു അല്ലേ, എല്ലാം കത്തിപ്പോയി. അതെല്ലാം തീർന്നു. നമ്മളെല്ലാവരും എപ്പോഴും ഒറ്റക്കെട്ട്. ഞാൻ പറയുന്നത് പരസ്പരം നമ്മളെല്ലാം സന്തോഷത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം അല്ലേ. ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നാളുണ്ട്? കുറച്ച് ആളേ ഉള്ളൂ. അത് നമ്മൾ വെറുതെ പരസ്പരം നമ്മൾ വഴക്കിടാതെയും സന്തോഷത്തോടെ ഒക്കെ ജീവിക്കുക. എനിക്ക് അത്ര പറയാം. ഞാൻ പിണക്കാം. എന്തിനാന്ന് ഏത് സമയത്ത് എന്റെ വീട്ടിലേക്ക് വരാം അതല്ലേ? അതെ, എന്നിട്ട് പറഞ്ഞിട്ട് പോകും, പിന്നെ കാണില്ല. അതെന്താ, ഞാൻ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് പറ്റിയാൽ ഇന്ന് ഇങ്ങോട്ട് പോരാ. ഇന്ന് വരാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയല്ലേ ഇത്? തീർച്ചയായിട്ടും ഏത് സമയത്ത് വീട്ടിൽ വരാം. അപ്പൊ ഞാനുണ്ടല്ലോ എന്നുള്ളതല്ലേ വരിക. നമ്മളെല്ലാവരും സന്തോഷമാകുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എല്ലാരും കൂടെ വേണം. അല്ല, ഞാൻ ഇല്ലാത്തപ്പം എന്റെ വീട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ അതൊരു നല്ല കണ്ടന്റ് ആയിരിക്കും. അതൊരു വേറെ കണ്ടന്റ്, പക്ഷെ ഉള്ളത് വേറൊരു കണ്ടന്റ്. അങ്ങനെ ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റട്ടെ. ജനറൽ ബോഡിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് എക്സൈറ്റ്മെന്റ് ഇതില്?
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്നു, അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ സീനിയേഴ്സായ ആൾക്കാരുടെ പെർഫോമൻസുകളും സിനിമകളൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളും സിനിമയൊക്കെ ആഗ്രഹിച്ചത്. അപ്പോൾ അവരെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം 31 വർഷമായി കണ്ടിന്യൂസ്ലി അമ്മ ജനറൽ ബോഡി പരിപാടി കാര്യങ്ങളൊക്കെ ചേട്ടൻ ആക്റ്റീവായിട്ടൊരു മെമ്പറാണെന്ന് അറിയാം. അപ്പൊ ഈ വർഷം എന്താണ് സർപ്രൈസ് എന്ന് ഞങ്ങൾക്കറിയാം. അറിയോ? എനിക്കറിയില്ല എന്താണ്. ഒന്നും അറിയില്ല. അല്ല, കേക്കട്ടെ, നിങ്ങൾക്കാണ് ഇപ്പൊ നമ്മളെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അറിയാം. ജഗതി ചേട്ടൻ വരുന്ന കാര്യം അറിഞ്ഞിരുന്നോ? ഇങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളല്ലേ തീരുമാനിച്ചത്? അല്ല, എന്നാലും ഞാൻ ഏതാണെന്ന് ഞാൻ ഇത് അതല്ലാത്തെന്തെങ്കിലാന്ന് വിചാരിച്ചു. കൂടുതൽ സർപ്രൈസ് ഇനി ഉണ്ടെന്നാണോ? അങ്ങനെ ആവട്ടെ, നല്ലതാകും. അങ്ങനെ ആവുന്നു. എന്താ ചേട്ടന്റെ പരിപാടീസ് എന്താ? ഇന്നിപ്പോ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇല്ല, അതൊക്കെ ഒരു സൈഡിലുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും കൂടെ കാണുന്നു, ഒരുമിച്ച് എന്താ പറയാ മിങ്കിൾ ചെയ്യുന്നു, അതൊക്കെയാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. എന്നാലും ഇലക്ഷൻ നടക്കുന്നുണ്ട്, എന്താണ് പ്രതീക്ഷ? നമ്മുടെ നല്ല രീതിയിൽ എല്ലാ കാലത്തും സംഘടനയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് ആൾക്കാർ. സംഘടനയ്ക്ക് ഉപകാരമുള്ളവർ, സംഘടനയെ കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ് അവർ തന്നെ. അത്തരം ആൾക്കാർ തന്നെയാണ് ഇനിയും വരും. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അത് കറക്റ്റായിട്ട് പൊക്കോളും, അതൊരു സൈഡിലേക്ക് പൊക്കോളൂ. എന്തായാലും അഡോപ്റ്റ് കമ്മിറ്റി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് അവരുടെ നേതൃത്വത്തിലാണ്. ഫാമിലി മീറ്റപ്പ് വരെ ഫാമിലി മീറ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു, ഏറ്റവും ഗംഭീരമായ. എനിക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ട് നടത്താൻ പറ്റാതെ പെൻഡിങ് ആയി പോയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു, പക്ഷെ അത് ബ്യൂട്ടിഫുള്ളി സക്സസ് ആയി. അപ്പം അവരെ പറ്റി രണ്ടു വാക്ക്, അഡോപ്റ്റ് കമ്മിറ്റി ടീമിനെ പറ്റി കൂടെ രണ്ടു വാക്കുകൾ പറഞ്ഞു. അവരെ ഞങ്ങളുടെ കമ്മിറ്റി എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ അഡോക്ക് എന്ന് പറയുന്നില്ല, കാരണം അവര് എല്ലാ ദിവസവും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ഇൻഷുറൻസ്, ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ്, ഇത്തരം കാര്യങ്ങളിലാണല്ലോ നമ്മൾ അതൊന്നും ചിലപ്പോൾ പുറത്ത് അറിയണമെന്നില്ല. നമുക്കൊരു അസ്വസ്ഥത വരുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൃത്യമായി ആ സ്പോട്ടിൽ ഇടപെടുക എന്നുള്ളതാണല്ലോ. അത് കൃത്യമായി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനിയും അത് ഇടപെടാൻ കഴിയട്ടെ. ശരി, അപ്പം എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പൊ വീട്ടിലേക്ക് വരും കേട്ടോ. തീർച്ചയായിട്ടും വരും, ഉറപ്പായിട്ടും വരും. ഇത് ലൈവാണ്, ആൾക്കാർ മൊത്തം കേൾക്കും. ഇത് റെക്കോർഡാണ്. ഇൻ കേസ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഈ സാധനം എടുത്ത് സോഷ്യൽ മീഡിയ ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യാം. ആൾക്കാർ അല്ല, കൃത്യമായിട്ട് ഫോൺ എടുക്കും, അത് വേറെ കാര്യം. എന്നാലും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നോയാണ് എനിക്ക് എപ്പോഴും കിട്ടാൻ. പക്ഷേ ഈ തവണ എന്തായാലും നോ അല്ല ഞാൻ പറയാം, നമുക്ക് അടുത്ത ദിവസം കണ്ടാലോ ചോദിക്കാം. ശരി, അതെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാൻ പറ്റട്ടെ. വീട്ടിലേക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു. പറയാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു സമയം, ഒരു സന്തോഷത്തിന്റെ നിമിഷം അങ്ങനെ. അപ്പൊ 31 വർഷമായി ജനറൽ ബോഡി കൂടി തുടങ്ങിയിട്ട്. എപ്പോഴെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇല്ല, എല്ലാം മുടങ്ങാതെ മാത്രം. കോഴിക്കോട് എവിടെയോ വെച്ച് തുടക്കം തൊട്ടേ ഉണ്ട്. വളരെ സന്തോഷം. എന്താണ് പുതിയ പ്രൊജക്ട്? ഏതാണ്? പുതിയതൊന്നും ആയിട്ടില്ല. ഇല്ല, അങ്ങനെ നടക്കുന്നു. സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഞാൻ കാണാറുണ്ട്, അതാണ്. അപ്പം സന്തോഷം. താങ്ക് യു. ഇപ്പോഴാണ് കണ്ടുകിട്ടാൻ പറ്റിയത്. ഭയങ്കര സന്തോഷം. ശബ്ദം കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എന്താണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഇപ്പം തുടങ്ങാൻ പോവാണ് ഏതാനും നിമിഷങ്ങൾക്കകം. അപ്പം എന്താണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്? വളരെ സന്തോഷമുണ്ട്. കാരണം വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെ ഒരു എല്ലാവരും കൂടി ചേർന്നൊരു സമ്മേളനം നടക്കുന്നത്. സന്തോഷം. അപ്പോൾ അതിലെല്ലാവരും കൂടെ കാണാനും ഓർമ്മകൾ പുതുക്കാനും ഒക്കെ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമായതുകൊണ്ട് വരാൻ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, ശബ്ദം കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അഭിനയം കുറച്ച് ബൈക്കിലേക്കാണോ? ഇടയ്ക്കൊക്കെ ഉണ്ട്, കുറച്ച് ചെറിയ വേഷങ്ങളെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതേ കിട്ടുന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അപ്പം സ്ക്രീനിൽ കാണാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ വേഷങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രീനിലേക്കും കൂടെ വരും. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്ത ആള് അയച്ചേട്ടാ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നില്ലേ തിരുവനന്തപുരത്ത് വെച്ചിട്ട്? കണ്ടില്ല അല്ലേ? നമ്മുടെ ആത്മീയയുടെ അല്ലേ? കണ്ടായില്ല. പക്ഷെ നമുക്ക് നിങ്ങളൊട്ടും പഴയതല്ല, എന്നും കാണുന്ന ആൾക്കാരാ നിങ്ങളൊക്കെ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പം ജനറൽ ബോഡി കൂടാണ്. 31 വർഷമായി കണ്ടിന്യൂസ്ലി നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് വിശേഷം ഇവിടെ ഒക്കെ വരുമ്പോ? വലിയൊരു സന്തോഷം. ഈ ഒരു വർഷത്തിലൊരു പ്രാവശ്യമുള്ള ഒരു കൂടിച്ചേരല്, ഒരു മീറ്റിംഗ്, അല്ലെങ്കിൽ അമ്മയുടെ വിശേഷങ്ങൾ അറിയുന്നതിനൊപ്പം തന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളെ
ഇത്രയും ഒരുമിച്ച് നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ ഒരുമിച്ച് കാണാനും ഒന്ന് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട്. ഈ ഒരു വർഷത്തിന് പ്രാവശ്യം ഇവിടെ കൂടിച്ചേരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഓക്കെ. എല്ലാവരുടെയും വീട്ടിലൊന്നും പോയി കാണാൻ കാണാൻ പറ്റില്ല. പറ്റില്ല. അതെ അതെ അതെ. അപ്പോ ഇങ്ങനൊരു ഈ ഒരു ഇത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്നത് അതാണ്. ജനറൽ ബോഡിയെ കഴിഞ്ഞും എല്ലാവരും ഒന്ന് കാണാം, പരിചയം അതെ, പുതുക്കാം, അവരുടെ വിശേഷങ്ങൾ അറിയാന്നുള്ളതാണ് ഏറ്റവും മെയിൻ. ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും. അതിന്റെ കൂട്ടത്തില് നിങ്ങളെയൊക്കെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ ഒരാൾ വരുന്നുണ്ട്, അറിഞ്ഞിരുന്നോ? ജഗതി ചേട്ടൻ വരുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ. ആണല്ലേ? അതെ അതെ അതെ. ആണല്ലേ? ഓ, ശരി ശരി. അപ്പം ആളെയും കാണാൻ നിങ്ങൾക്ക് ഓ ഓ തീർച്ചയായിട്ടും. അതെ, ഈ പ്രാവശ്യം വരുന്നുണ്ട്. ആൾ ഇന്നലെ പുറപ്പെട്ടു. അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. വലിയ സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് പുതിയ പരിപാടീസ് ഒക്കെ? എന്തൊക്കെയാണ് പുതിയ സിനിമ? കഴിഞ്ഞ വർഷം നിങ്ങളുടേതായിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങളുടെ ടീമിൽ? അതെ, മരമാൻ ടീമിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതെ അതെ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞൊരു സിനിമ. അതെ, അത് നല്ല അടിപൊളിയായിട്ട്. അതെ അതെ. അപ്പൊ അടുത്ത വർഷം മീറ്റിംഗ് കൂടുന്നതിന് മുമ്പായിട്ട് ഒരു സിനിമയും കൂടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അതൊക്കെ അതിന്റെ ഒരു നിയോഗം പോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റും ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടന്നാൽ ഭാഗ്യം. ഓക്കെ, അപ്പൊ കാണാൻ ചേട്ടാ. താങ്ക്സ് സോ മച്ച്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.